സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് നാളെ തിരുത്തെളിയും. നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. 24 വേദികളിലായി 14ഓളം മത്സരാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത്. കലോത്സവ നഗരിയിൽ നിന്നും എബി ജോൺ തോമസ് ഉണ്ട്. എബി, കലോത്സവത്തിന് നാളെ തിരിതെളിയുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിര എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ സ്വർണ്ണക്കപ്പ് അല്പസമയം മുമ്പാണ് ഇവിടെ ഈ ഒന്നാമത്തെ വേദിയായിട്ടുള്ള ഒ.എൻ.വി. കുറുപ്പിന്റെ പേരിലാണ് ഒന്നാമത്തെ വേദി തയ്യാറാക്കിയിരിക്കുന്നത്. അവിടേക്ക് എത്തിച്ചത് വലിയൊരു ഘോഷയാത്രയോടുകൂടി തന്നെയായിരുന്നു ആ ഒരു സ്വർണ്ണക്കപ്പ് ഇങ്ങോട്ട് എത്തിച്ചത്. വളരെ ആഘോഷത്തോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി ഈ ഒരു കലോത്സവത്തിന്റെ മുഴുവൻ ആവേശവും നമുക്ക് ആ ഒരു ഘോഷയാത്രയിൽ കാണാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വൈകുന്നേരം 5:30 ഇവിടെ എത്തുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഈ എല്ലാ സ്ഥലങ്ങളിലും ആളുകളെല്ലാം തന്നെ, കുട്ടികളും മാതാപിതാക്കളും ഉൾപ്പെടെ ഈ നാട്ടിലെ ജനങ്ങൾ മൊത്തം ഈ ഒരു സ്വർണ്ണക്കപ്പിനെ വരവേറ്റുകൊണ്ട് കൊല്ലത്തേക്ക് ആ ആഘോഷത്തിന്റെ മുഴുവൻ ആവേശങ്ങളും എത്തിക്കുകയായിരുന്നു ഈ പ്രധാനപ്പെട്ട വേദിയായിട്ടുള്ള ആശ്രമ മൈതാനത്തെ പ്രധാനപ്പെട്ട വേദിയിലേക്ക്. അങ്ങനെ ആ ഒരു ഘോഷയാത്രയോടുകൂടി ആ കലോത്സവത്തിന്റെ ഒരു മേളം ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ഈ നമ്മുടെ കലവറയുടെ പ്രവർത്തനങ്ങൾ തന്നെ ആരംഭിച്ചിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടു കൂടി അവിടെ കലവറ പൂർണ്ണമായും സജ്ജമാകും. ഒപ്പം തന്നെ നാളത്തോടുകൂടി തന്നെ രാവിലെ മുതൽ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ മത്സരാർത്ഥികൾക്ക്, ഒപ്പം തന്നെ അവരുടെ കൂടെയുള്ള ആളുകൾക്കെല്ലാം തന്നെ ഭക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി ക്രമീകരണം എല്ലാം തന്നെ പൂർത്തിയാണ്. അതൊരു ഒരു ഫുൾ സ്ട്രെച്ചിലേക്ക് നാളെ പോവുകയാണ്. നാളെ മുതൽ ഇന്നിപ്പോൾ നമ്മൾ ഒന്നാമത്തെ വേദിയിലാണുള്ളത്. ഈ ഒന്നാമത്തെ വേദിയുടെ പേര് ഒ.എൻ.വി. കുറുപ്പിന്റെ പേരിലാണ് ഒന്നാമത്തെ വേദി തയ്യാറാക്കിയിരിക്കുന്നത്. അവിടെ ഒ.എൻ.വി. കുറുപ്പിന്റെ പേരിലുള്ള അല്ലെങ്കിൽ ഒ.എൻ.വി. കുറുപ്പിന്റെ ചിത്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ എല്ലാ നിരവധി 24 വേദികളാണ്. 24 വേദികളും അത്തരത്തിൽ പ്രമുഖരായിട്ടുള്ള ആളുകളുടെ പേരിലാണ് വേദികൾ സജ്ജമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഓരോ വേദികളിലും ആയിട്ട് 14,000-ഓളം വിദ്യാർത്ഥികൾ, മത്സരാർത്ഥികൾ ഇങ്ങനെ മാറ്റുരയ്ക്കുന്ന കാഴ്ച നമുക്ക് നാളെ മുതൽ തന്നെ കാണാൻ കഴിയും. നാളെ രാവിലെ അതിന് സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ കലോത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. പ്രൗഢോജ്വലമായിട്ടുള്ളൊരു പരിപാടി തന്നെയാവും അത്. അതിൽ ജനപങ്കാളിത്തം കൊണ്ട് തന്നെ ശ്രദ്ധേയമാകുന്ന നിലയ്ക്കുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും. മന്ത്രി ഉൾപ്പെടെ നമ്മളോട് സൂചിപ്പിച്ചതും അത് തന്നെയാണ്. എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും, മനുഷ്യസാധ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹം നമ്മോട് പറഞ്ഞ പ്രധാനപ്പെട്ട ആ വാക്ക്. അങ്ങനെയായിരുന്നു, മനുഷ്യസാധ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ തവണയൊന്നും തന്നെ നമ്മൾ കാണാത്ത രീതിയിൽ ഇത്തവണ ഈ ഘോഷയാത്ര പോലും ഒരു പുതുമയായി തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം കോഴിക്കോടൊന്നും ഘോഷയാത്രയായി കപ്പ് മറ്റ് ഒരു ജില്ലയിലേക്ക് അല്ലെങ്കിൽ കലോത്സവം നടക്കുന്ന മറ്റൊരു വേദിയിലേക്ക് എത്തിക്കുക, അത് കോഴിക്കോടൊന്നും കൊല്ലത്തേക്ക് എത്തിക്കുക, അത്ര വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പരിപാടി. അതിനെല്ലാം ഒപ്പം ഈ നാട് മുഴുവൻ കൂടെ ചേരുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയും. എന്തായാലും നാളെ മുതൽ ഈ അരങ്ങുണരുമ്പോൾ ഇതിന്റെ മാറ്റ് പിന്നെയും കൂടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം ആശ്രമ മൈതാനം വളരെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ സ്ഥലപരിമിതി എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരിക്കലും പറയേണ്ട ഒരു കാര്യമില്ല. അതിനുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന കസേരകളെല്ലാം തന്നെ നാളെ പൂർണ്ണമായും ഈ വേദിയിലേക്ക് മുഴുവൻ നിരത്തും. അവിടെ എല്ലാം തന്നെ ആളുകൾ തിങ്ങി നിറയുന്ന കാഴ്ചയാകും നമ്മൾ നാളെ മുതൽ കാണാനാവുക. ഇവിടെ സംഘനൃത്തം പോലുള്ള പരിപാടികളാണ് പ്രധാനമായും നമുക്ക് ഈ ഒന്നാമത്തെ വേദിയിൽ കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ വർണ്ണാഭമായിട്ടുള്ള പല മത്സരങ്ങളും കാണാൻ വേണ്ടി കിടക്കുന്നപ്പോൾ നാളെ മുതൽ എന്തായാലും ഇതിന്റെ ഒരു ആവേശം ഇപ്പോൾ നമ്മൾ കാണുന്നതിന്റെ 10 മടങ്ങ് വർദ്ധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് മുതൽ തന്നെ ഏതാണ്ട് ഇതിന്റെ ഒരു ആഘോഷത്തിലേക്ക് കൊല്ലം എത്തിയിരിക്കുകയാണ്. അതിനൊപ്പം കേരള വിഷനും ഇതോടൊപ്പം തന്നെ പൂർണ്ണ സജ്ജമാണ്. ഈ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ കൊല്ലത്ത് വന്ന് കാണുന്നത് അതേ ആവേശത്തിൽ അവരുടെ വീടുകളിൽ ഇരുന്ന് കാണാൻ കഴിയുന്ന രീതിയിൽ മുഴുവൻ ആവേശത്തോടെയും കലോത്സവത്തിന്റെ വാർത്തകൾ, വിശേഷങ്ങളെല്ലാം തന്നെ നമുക്ക് എത്തിക്കാൻ കഴിയും. അതിന് പൂർണ്ണമായി സജ്ജരായിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെയുള്ളത്. അതിൽ എബി സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയായിട്ടൊരു കലോത്സവ നഗരിയിൽ എത്തുന്നത്. ഇനി വാശിയേറിയ പോരാട്ടമാണ്, ആവേശകരമായ പോരാട്ടമാണ്. ആരാണ് ഈ സ്വർണ്ണക്കപ്പ് കൊണ്ടുപോവുക എന്നുള്ളത്. വിദ്യാർത്ഥികളെല്ലാം, മത്സരാർത്ഥികളെല്ലാം അവിടെ എത്തി തുടങ്ങിയോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും അവരെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. കാരണം അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. ഒപ്പം വിവിധങ്ങളായിട്ടുള്ള സ്കൂളുകളിൽ നിന്നുള്ള ഈ സ്കൗട്ടിലെ കുട്ടികൾ, അങ്ങനെ SPCയിലെ കുട്ടികൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള കുട്ടികളൊക്കെ തന്നെ നേരത്തെ മുതൽ തന്നെ എത്തിയിട്ടുണ്ട്. അവരുടെ ഡ്യൂട്ടികളെല്ലാം തന്നെ അവർക്കത് ഒരു ഉത്തരവാദിത്തം പോലെ തന്നെ അവർ ഏറ്റെടുത്ത് ചെയ്യുന്ന കാഴ്ചകൾ കൂടി നമുക്കിന്ന് വൈകുന്നേരം മുതൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ എത്തിയ സമയം മുതൽ, നമ്മൾ രാവിലെ തന്നെ എത്തിയിരുന്നു ആ സമയം മുതൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ തന്നെ നടക്കുന്നുണ്ട്. കുട്ടികളെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ മാതാപിതാക്കൾ, അവരുടെ
അവരുടെ കൂടെയുള്ള ടീച്ചേഴ്സ്, സ്കൂളുകളിൽ നിന്നുള്ള മറ്റ് ആളുകളെല്ലാം തന്നെ, കൊല്ലം ജില്ലയിലെ ആളുകൾ മാത്രമല്ല ഇവിടെയുള്ളത്, മറ്റ് ഇടങ്ങളിൽ നിന്നുള്ള വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം തന്നെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. എന്തായാലും നാളെ മുതൽ മത്സരത്തിന്റെ ഒരു വാശി കൂടും. പക്ഷേ അതെല്ലാം തന്നെ ഏറ്റവും സൗഹാർദ്ദപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള നമുക്ക് പ്രതീക്ഷിക്കാം. ആ നിലയ്ക്ക് തന്നെ ആവട്ടെ, കലയാണ്. അതിൽ മത്സരാർത്ഥികൾ ഉണ്ടാകും, വിജയിക്കുന്നവരുണ്ടാകും. പക്ഷേ അത് തോറ്റുപോകുന്നവരുടെയോ അല്ലെങ്കിൽ ജയിക്കുന്നവരുടെ മാത്രമല്ല, എല്ലാവരുടെയും കൂടെ ആസ്വദിക്കാൻ എത്തുന്നവരുടെ കൂടി കലോത്സവമാണ്. അത് തന്നെയാണ് ഈ കലോത്സവത്തെ ഏറ്റവും വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം കൂടി. ഏഷ്യയിലെ ഏറ്റവും വലിയ മാമാങ്കം ആയിട്ട് ഇത് ഈ കാലങ്ങളായി നിലനിൽക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. എന്തായാലും അതിന്റെ ഒരു ആവശ്യത്തിലേക്ക് നമുക്ക് നാളെ മുതൽ തന്നെ കാണാൻ കഴിയും. മത്സരങ്ങളിൽ തന്നെ നാളെ തൊട്ടാണ് ആരംഭിക്കുക. അതിന്റെ വിളംബര ഘോഷയാത്രയാണ് അല്പസമയം മുമ്പ് കഴിഞ്ഞത്. എല്ലാം ഏറ്റവും സുഗമമായി നടത്തുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അതിന് ശരി, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് നാളെ തിരിതെളിയും. നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. 24 വേദികളിലായി 14,000 മത്സരാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്നും എബി ജോൺ തോമസ്.